എലൈറ്റ് എക്സ്പേർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എലൈറ്റ് എക്സ്പേർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് ഹാരിക മാമും ഹാരിഫ് സാറുമാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എലൈറ്റ് എക്സ്പേർട്ടൈസ് ക്യാപ്സ് എക്സാം, ഇന്റേൺ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, ഇന്റേൺ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, PTE, PEBC ഈ കോച്ചിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മൾ പുതിയതായിട്ട് ഓപ്പറ എക്സാമിനുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് റില്ലി, ഞാനിവിടെ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ജൂലൈ ബാച്ചിന്റെ റിസൾട്ടിൽ ക്യാപ്സിന് 95% വിജയ ശതമാനം ഉണ്ടായിരുന്നു എലൈറ്റ് എക്സ്പേർട്ടൈസിന്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ശ്രീജമോളാണ്. ശ്രീജമോള് എലൈറ്റ് എക്സ്പേർട്ടൈസിന് ക്യാപ്സ് പാസ്സായ ആളാണ്. എന്തുകൊണ്ട് ശ്രീജ? ഹായ്. ഹായ്. എന്തുണ്ട്, സന്തോഷമാണോ? എങ്ങനെയാണ് സന്തോഷമുണ്ട്. ശ്രീജനെ കുറിച്ച് പറയാമോ? ഞാന് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ BPharm കംപ്ലീറ്റ് ചെയ്തത് സെന്റ് ജോൺസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കട്ടപ്പനയിൽ തന്നെയുള്ള ഒരു കോളേജിലാണ്. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ക്യാപ്സ് പാസ്സാവാൻ പറ്റുമെന്ന്. ഒരുപാട് താങ്ക്സ് ഉണ്ട് എലൈറ്റ് ടീം, എസ്പെഷ്യലി ഹാരിക മാം ആൻഡ് ഹാരിഫ് സർ. ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. ഒത്തിരി താങ്ക്സ്. എവിടെയാ പഠിച്ചത്? സെന്റ് ജോൺസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കട്ടപ്പന തന്നെ. ഓക്കെ. എന്തുകൊണ്ട് ക്യാപ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം? ക്യാപ്സ് എനിക്ക് പുറത്ത് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പുറത്ത് വർക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലില് ഒരു ചേച്ചി ഇങ്ങനെ ക്യാപ്സ് പാസ്സായിട്ടുണ്ടായിരുന്നു, മിലു എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ചേച്ചിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ആ ചേച്ചിയാണ് ഹാരിക മാമിനെയും ആരിഫ് സാറിനെ പറ്റിയൊക്കെ പറഞ്ഞത്. പിന്നെ എന്റെ ഫ്രണ്ട് കഴിഞ്ഞ മാർച്ച് ബാച്ചിലുണ്ടായിരുന്നു, അസ്ന. അപ്പൊ അസ്ന പറഞ്ഞു നല്ല ക്ലാസ് ആണ്, നീ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. എത്ര മന്ത്സ് പ്രിപ്പയർ ചെയ്തു ക്യാപ്സിന് വേണ്ടിയിട്ട്? ഞാൻ മാർച്ച് ബാച്ചിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സമയത്തൊന്നും കൃത്യമായിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ആ ലാസ്റ്റ് 2 months ആണ് ഞാൻ നല്ല ആക്റ്റീവായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 months ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ആ മാരത്തോൺ ലെക്ചറൊക്കെ എന്ന് വെച്ചാൽ 5-6 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു 2 times ഒക്കെ ഞാൻ മാക്സിമം കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ലെക്ചറും ഒരു 3 times മാക്സിമം ഞാൻ കേൾക്കുമായിരുന്നു. ഈ ക്യാപ്സ് എക്സാമിന്റെ പ്രിപ്പറേഷൻ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ? ശ്രീജയുടെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി? എന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാന് മാമും സാറും എന്താണോ പറഞ്ഞ അത് തന്നെ ഫോളോ ചെയ്യുമായിരുന്നു. കാരണം ലെക്ചേഴ്സ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ലെക്ചേഴ്സ് ആണ്. അതൊരു 3 times എങ്കിലും കേൾക്കുന്നത് നല്ലതാണ്. പിന്നെ ഹാൻഡ് ഔട്ട്സ് ഉപയോഗിക്കേണ്ടെന്നല്ല, ഹാൻഡ് ഔട്ട്സും പിന്നെ നമുക്ക് ഈ ലെക്ചേഴ്സിന്റെ ഇടയിൽ പറയുന്ന എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഞാൻ ഷോർട്ട് നോട്ട് എഴുതി വെക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോക്ക് ചെയ്യുമായിരുന്നു. മോക്ക് ഒരു 2-3 times ഒക്കെ ഓരോ മോക്ക് ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ സാർ എന്താണോ പറഞ്ഞ് അത് തന്നെ ഞാൻ ഫോളോ ചെയ്തു. വേറെ എക്സ്ട്രാ മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് ഒരുപാട് ക്യാപ്സിന് ഒരുപാട് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പം അതെങ്ങനെയാണ് എലൈറ്റ് എക്സ്പേർട്ടൈസ് ടാക്കിൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? കാരണം ഓരോ ടോപ്പിക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് മാം സാറും പഠിപ്പിക്കുന്നത്. ആർക്ക് വേണേലും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ ചിന്തിച്ച് അതിന് ആൻസർ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീണ്ടും എന്താ പറയാ, അറിയാത്തൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പുതുമ തോന്നത്തില്ല. അത് തോന്നത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി മോക്കിൽ കണ്ടിട്ടുണ്ടാവും. അല്ലെ എല്ലാ കൺസെപ്റ്റ് വൈസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു 4 year BPharm അത് അപ്പൊ കിട്ടിയ ആ ഒരു നോളജിനേക്കാളും കൂടുതൽ ഈ ഒരു 3 months കോച്ചിങ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര സ്ട്രോങ്ലി എലൈറ്റ് എക്സ്പേർട്ടൈസിനെ വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യും?
ക്യാപ്സ് എക്സാം പാസ്സാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് എലൈറ്റ്. എന്തെങ്കിലും ഒരു മെസ്സേജ് പറയാനുണ്ടോ ഇനിയും ഉള്ള ക്യാപ്സ് എക്സ്പീരിയൻസിനോട്? മാമും സാറും എന്താണോ പറയുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക. ആ മെത്തേഡിൽ തന്നെ പഠിച്ചു പോവുക. എക്സ്ട്രാ മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതില് പഠിപ്പിക്കുന്ന എന്താണോ അത് തന്നെ പഠിക്കുക. പിന്നെ ലെക്ചേഴ്സ് മാക്സിമം കേൾക്കുക. പിന്നെ എക്സ്ട്രാ പറയുന്ന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ശ്രീജ ഇന്റർവ്യൂവിനൊക്കെ താങ്ക് യു. അപ്പം ഇനിയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ. ഈ PG ഒക്കെ എഴുതിയെടുക്കാൻ പറ്റട്ടെ. കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.